നമസ്തേ കുട്ടികളെ. ഇന്ന് ഞാനൊരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ലോക പ്രമേഹ ദിനമാണ്. അതുകൊണ്ട് ആ ഹോസ്പിറ്റലിൽ കുറച്ച് ഒരു എക്സിബിഷൻ മാതിരി നമ്മൾ പ്രമേഹ രോഗികൾ കഴിക്കേണ്ട ജ്യൂസും സാലഡുകളും ഉപ്പുമാവും ദോശയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് ഈ പുതിനയുടെ വെള്ളം കുടിക്കാൻ നമുക്ക് നല്ലതാണ്. അതുമാതിരി തന്നെ നെല്ലിക്കയും മോരും അടിച്ച ജ്യൂസും പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ നല്ലതാണെന്ന് പറഞ്ഞു. ഇതിൽ ഉപ്പും പഞ്ചസാരയൊക്കെ ഇടാത്ത ഒരു വെള്ളമാണ് കേട്ടോ. അതുമാതിരി തന്നെ നമുക്ക് ഫ്രൂട്ട് സാലഡ് കഴിക്കാം. എല്ലാതരം പഴങ്ങളില്ല, ചില പഴങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഫ്രൂട്ട് സാലഡുകളാണ്. അതേമാതിരി തന്നെ നമുക്ക് ചില പയറുവർഗ്ഗങ്ങൾ വേവിച്ച് സാലഡാണ് കേട്ടോ ഇതൊക്കെ. അതുമാതിരി തന്നെ നമുക്ക് പഴം കൊണ്ടുള്ള ഒരു സ്മൂത്തിയാണ്. അതുമാതിരി രാഗി കൊണ്ടുണ്ടാക്കിയ ദോശയാണ് കേട്ടോ, അടദോശ എന്ന് പറയും. ഇത് നല്ലൊരു സ്വാദാണ്. ഇതിൽ ഉപ്പും പഞ്ചസാരയും ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയതാണ്. അതുമാതിരി തന്നെ ഉപ്പ് ചേർക്കാത്ത ബജ്ജികളുണ്ടായിരുന്നു. അതുമാതിരി തന്നെ രാഗിപ്പൊടി കൊണ്ട് ഉള്ള ഉപ്പുമാവ്, സേമിയ ഉപ്പുമാവ്, അതുമാതിരി രാഗിപ്പൊടി കൊണ്ടുള്ള പല പലഹാരങ്ങളും ഉണ്ടായിരുന്നു. അതുമാതിരി തന്നെ ഈ പയറുവർഗ്ഗങ്ങളും വേവിച്ച് അതിനെ സാലഡുകളായിട്ട് നമുക്ക് കഴിക്കാമെന്നാണ് അവിടെ പറഞ്ഞു തന്നത് കേട്ടോ. ഇതെല്ലാം നമുക്ക് രുചിക്കാനും കഴിക്കാനും തന്നിരുന്നു കേട്ടോ, സാമ്പിളൊക്കെ ആയിട്ട്. അത് വളരെ സ്വാദുള്ള പലഹാരങ്ങളായിരുന്നു. ഉപ്പും മധുരമൊന്നും ഇല്ലെങ്കിലും കൂടെ നല്ല സ്വാദുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് ഇതൊക്കെ പരീക്ഷിക്കാം കേട്ടോ. പ്രമേഹ രോഗികൾ മാത്രമല്ല, പ്രമേഹം വരാതിരിക്കാനും ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്താൽ വളരെ നല്ലതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഓരോ ദിവസം ഓരോ വിഭവങ്ങളായിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.